ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കിവിടെ റാത്താണ്. ഇപ്പം കുറേ ആയ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അടിപൊളി പയം വെച്ചിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള 2 ഐറ്റം ഉണ്ട്. സിമ്പിളുമാണ്, നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൊരു അടിപൊളി ഐറ്റമാണ്. കുട്ടിക്ക് പയം വെച്ചിട്ട് നല്ല ഹെൽത്തി ആണല്ലോ. പിന്നെ എന്താ നിങ്ങൾ ഫസ്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയം സേമിയ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ പയം തേങ്ങ വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അതാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് 2 പയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് പയാണ് എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമുക്കൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നെയ്യാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് വേണമെങ്കിൽ ഓയിൽ എടുത്തോളി, കുഴപ്പമില്ല. അപ്പോൾ അത് 2 സ്പൂൺ നെയ്യ് എടുത്തിക്കണം. നമുക്ക് നോർമലായിട്ട് പഴം വാട്ടണ മാതിരി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇതാ പഴം വാട്ടിക്കഴിഞ്ഞിരിക്കണം. ഈ പഴം ഒന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ 1/2 കപ്പ് സേമിയ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയ ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ എന്താ ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ പഴവും സേമിയയും വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നത്. പഴം തേങ്ങ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിക്കണേ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേണ്ടി താഴെ കൊടുക്കേണ്ടത്. പിന്നെ അത് കുറുകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കുമ്പോൾ തന്നെ കുറച്ച് പാലും അതിലൊഴിച്ചേക്കണം. സേമിയ കട്ട പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് മറന്നു വീണു. പിന്നെ ഞാൻ ജസ്റ്റ് പാലൊഴിച്ചത്. അപ്പോൾ ഇതാ നമുക്കിത് 3 മുട്ടയാണ് ഇതിലേക്ക് വേണ്ടിയത്. 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 3 കൈമുട്ട പൊട്ടിച്ച് വെച്ചിരിക്കണം. അതിലേക്ക് ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് കണക്ക് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നമ്മൾ ഐഡിയക്ക് നോട്ട് സെറ്റാക്കാം. പിന്നെ എന്തായാലും കേക്ക് റെഡിയാവും, അത് ഉറപ്പാണ്. പിന്നെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ കറക്റ്റാണ് ഇതിലേക്ക്. പിന്നെന്താണ് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കാം. പഞ്ചസാര അതിൽ കിടന്ന് നല്ലോണം അലയണം. പിന്നെ എന്താ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി സേമിയത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. സേമിയ നല്ല കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പഴത്തിൻ്റെ അത് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ചെറിയ പഴം എടുത്തത്. അപ്പോൾ പിന്നെ പഴത്തിൻ്റെ ചെറിയൊരു കുറവ് ഉണ്ടായിക്കണേ, എനിക്ക് തോന്നിയിരിക്കണം. അങ്ങനത്തെ ആ മിക്സ് ഇട്ടിട്ട് നല്ലോണം അതിൽ കിടന്നിട്ട് ആ കോഴിമുട്ടയിൽ നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം അതിൽ മിക്സാക്കാണ്. അപ്പോൾ നമ്മൾ മിക്സിംഗ് ഒക്കെ സെറ്റ് ആയിക്കണം. ഓവർ ലൂസും പറ്റില്ല, നല്ല തിക്കും പറ്റില്ല. നല്ല തിക്കാണെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടി ഒഴിച്ചെടുക്കാം. പിന്നെ മധുരമൊക്കെ നോക്കിയിട്ട് സെറ്റാക്കാം. പിന്നെ അതൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ എനിക്ക് അണ്ടിയും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ മേലെ മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടി എടുക്കണുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആവാനായിരിക്കും. ഒരു 10-25 സെറ്റാവും. ഞാൻ പിന്നെ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഇത് വെക്കണത്. കാരണം സ്പീഡ് കൂട്ടുമ്പോൾ കരിഞ്ഞു പോകണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ കേക്കൊക്കെ സെറ്റ് ആയിക്കണം. നല്ല അടിപൊളി കേക്ക് അയക്കണേ. നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കേണ്ടി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ച് വെക്കണം എങ്ങനെ ഉണ്ട് അറിയാൻ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിക്കണ്. പിന്നെ എനിക്ക് പഴം കുറച്ച് കുറഞ്ഞു പോയി, കാരണം ചെറിയ സൈസ് പഴം എടുത്തത്. കുറച്ച് മീഡിയം സൈസ് വലുപ്പമുള്ള പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് അടുത്തൊരു വേറെ ഐറ്റമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതെങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതൊരു തേങ്ങാപ്പാലൊക്കെ വെച്ചുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടേണ്ടി കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണ്ടേ. ഞാനിതാ ഇന്നാ ഉണ്ടാക്കണം. പിന്നെ അതാ പഴം ഒന്ന് വാട്ടിയെടുക്കണം. പഴയിലേക്ക് നെയ്യാണ് നല്ലത്. ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചത്, എനിക്ക് നെയ്യൊന്നും ഇല്ലേനും. അപ്പോൾ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പഴം വാട്ടിയെടുക്കാം. പിന്നെ നമ്മളെന്നും പഴം വാട്ടി കഴിക്കുന്ന വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി. നല്ല ടേസ്റ്റാണ്, കുട്ടിക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അങ്ങനെ ഇതാ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുത്തേക്കണം. എൻ്റെ പഴം കുറച്ച് നെരിഞ്ഞു, എനിക്ക് നെരിഞ്ഞതാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് അണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ ഒന്നിട്ടെടുക്കാം. പിന്നെ അതിലുള്ള ഓയിലിൽ തന്നെ അതൊന്ന് മൂത്ത് വന്നോളും. ഞാൻ പിന്നെ അണ്ടി ബദാം ഇട്ട് കൊടുത്തത്, മുന്തിരി ഇല്ലേനും.
പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നാണ് നമ്മളെ തേങ്ങാപ്പാൽ. ഇതാണ് മെയിൻ. ഇതിൽ 1-ാം പാലോ 2-ാം പാലോ അങ്ങനെ ഒന്നുമില്ല, ഒറ്റ പാലാണ്. ആ പാൽ ഒഴിച്ചെടുക്കാം. എന്നിട്ടൊരു 2 സെക്കൻഡ് വെച്ചാൽ മതി. പിന്നെ അതിങ്ങനെ അതിൽ തന്നെ കുറുകി വന്നോളും. അങ്ങനെ ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മളൊരു സ്പെഷ്യൽ പഴം കൊണ്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കണ്ടി. ഉണ്ടാക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യണ്ടി. പിന്നെ അത്രയേ ഉള്ളൂ. പഴം കൊണ്ടുള്ള 2 വെറൈറ്റി ഐറ്റംസാണ്. ഇതെന്തായാലും പഴം നമ്മളെ വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കണ്ടി. എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.